Today we are going to study yesterday's continuation. Here we are going to check the wattless current. Yesterday we have studied the power dissipated or power average power of a AC circuit in a circuit containing a large inductance or capacitance or resistance or all the three. So we have checked the power of this circuit, the power dissipated or the power derived in this LCR circuit. Either it can be inductive, purely resistive, or inductance and resistance, or all these other combinations we have checked. Now we are going to see what is called wattless current. It is related to the yesterday's class. We have found out the equation for the power, which is the virtual voltage into virtual current into cos phi, the power factor. Cos phi was called the power factor. I will repeat that equation again. The average power dissipated during the complete cycle. We have integrated it and we found out the average power, and it was equal to E RMS into I RMS into cos phi, or E virtual into I virtual into cos phi. The voltage, virtual voltage into virtual current into the power factor cos phi. Now the current in AC circuit which has only circuit which is said to be wattless when the average power consumed in the circuit is 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവറേജ് പവർ EV കോസ് ഫൈ എന്ന് പറയുന്ന വാല്യൂ 0 ആകുമ്പോൾ ഉള്ള സർക്യൂട്ടിലെ കറണ്ടിനെയാണ് നമ്മൾ പറയുന്നത് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പ്യുവർലി ഇൻഡക്റ്റീവ് ആകുമ്പോഴോ അല്ലെ പ്യുവർലി കപ്പാസിറ്റീവ് ആകുമ്പോഴോ ആണ് നമുക്ക് ടോട്ടൽ പവർ ഡെസിപ്പേറ്റഡ് വിൽ ബി 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പം ടോട്ടൽ പവർ ആവറേജ് പവർ ഓഫ് ദാറ്റ് സർക്യൂട്ട് ഈസ് 0 എന്ന് പറയുന്ന സമയത്ത് ആ സർക്യൂട്ടിലെ കറണ്ടാണ് എന്ത്? വാട്ട്ലെസ് കറണ്ട്. സോ വാട്ട്ലെസ് കറണ്ട് ഈസ് ദ കറണ്ട് ഇൻ ദ AC സർക്യൂട്ട് when the average power consumed in that circuit is 0. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണ്? പ്യുവർലി ഇൻഡക്റ്റീവോ അല്ലെ പ്യുവർലി കപ്പാസിറ്റീവ് ആകുമ്പോൾ. If an AC circuit is purely inductive or purely capacitive with no ohmic resistance, that means the phase angle will be 90. Cos phi will be 0. Cos 90 is 0. So that means the power consumed is 0. The current in such circuit should not be performing any useful work. അത് വാട്ട്ലെസ് ആണ്, അത് പവർ ഇല്ല, ആ കറണ്ട് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ആസ് വാട്ട്ലെസ് ഓർ ഐഡിൽ കറണ്ട്. ഇൻ ദിസ് സിറ്റുവേഷൻ ദ സർക്യൂട്ട് ഡസ് നോട്ട് കൺസ്യൂം എനി പവർ ദോ ഇറ്റ് ഓഫേഴ്സ് എ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇൻഡക്റ്റീവോ കപ്പാസിറ്റീവോ ആകുമ്പം സർക്യൂട്ട് ഇൻഡക്റ്റീവോ കപ്പാസിറ്റീവോ ആകുമ്പം അത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഒരു റെസിസ്റ്റൻസ് അത് ഓഫർ ചെയ്യുന്നുണ്ട് കറണ്ടിന്. പക്ഷേ അതവിടെ പവർ എടുക്കുന്നില്ല, എനർജി എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വേണം. ഒരു സർക്യൂട്ടിൽ ഒരു കറണ്ടിന് റെസിസ്റ്റൻസ് കുറച്ച് കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? റെസിസ്റ്റൻസ് ഉപയോഗിക്കാം, കപ്പാസിറ്റൻസ് ഉപയോഗിക്കാം, ഇൻഡക്റ്റൻസ് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ മാത്രം ഉപയോഗിക്കുവാണെങ്കിൽ പവർ അവിടെ ലൂസ് ആവുന്നില്ല, പവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പ്യുവർലി ഇൻഡക്റ്റീവോ പ്യുവർലി കപ്പാസിറ്റീവായ ഒരു സർക്യൂട്ട് എടുത്തിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാം കറണ്ടിന്, പക്ഷേ വിത്തൗട്ട് ലൂസിങ് എനി പവർ ഓർ വിത്തൗട്ട് ലൂസിങ് എനി എനർജി. അതുകൊണ്ട് ആ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് ചോക്ക് കോയിൽ. അതിൻ്റെ പ്രിൻസിപ്പിളാണ് ചോക്ക് കോയിലിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നോ പവർ ഈസ് ഡെസിപ്പേറ്റഡ് ഇൻ ചോക്ക് കോയിൽ. ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ മാത്രമേ അതിനകത്തുള്ളൂ. അത് ആ കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ റെസിസ്റ്റൻസ് വളരെ തീരെ കുറഞ്ഞ ഒരു വയർ കൊണ്ടായിരിക്കും. അപ്പം അതിന് റെസിസ്റ്റൻസ് ഇല്ല, ഓൺലി ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ. കോയിലാകുമ്പോൾ ഇൻഡക്റ്റൻസ് ഓഫർ ചെയ്യുമല്ലോ. അപ്പോൾ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് ചോക്ക് കോയിലുള്ളത്. അപ്പോൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ അതുകൊണ്ട് ആ കോയിലിലൂടെ കറണ്ട് പോകുന്നതുകൊണ്ട് ഒരു പവറും ലൂസായി പോകുന്നില്ല, ഹീറ്റായിട്ട് എനർജി ലൂസായി പോകുന്നില്ല. പവർ ഈസ് നോട്ട് ക്രിയേറ്റഡ് ദെയർ. So power is not lost there. Okay, so this is the principle in the
ചോക്ക് കോയിൽ, വാട്ട്ലെസ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുവാണ്. ഐഡിൽ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചോക്ക് കോയിലിൽ പവർ ലോസ് ഇല്ലാത്തത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഈ നമ്മുടെ ഈ പവറിന് വെച്ചിട്ടുള്ള പവറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് ആണ്. നിങ്ങളത് നോക്കണം. നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഞാൻ ചെയ്യുന്നില്ല. വർക്ക്ഡ് ഔട്ട് അല്ലാത്തത് നമുക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ബാക്കിലുണ്ടല്ലോ വർക്ക്ഡ് ഔട്ട് അല്ലാത്ത പ്രോബ്ലംസ് ഞാൻ അയച്ചു തരാം. ഇനി നമുക്ക് ചോക്ക് ഓയിലിൻ്റെ ഇതിലേക്ക് പോകാം. അതിന് ചോക്ക് ഓയിലിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ലാസ്റ്റ് എക്സാമ്പിൾ 3 ഒന്ന് നോക്കാം. എക്സാമ്പിൾ 3 ഒന്ന് നോക്കി. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് വാട്ട്ലെസ് കറണ്ടിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാകാവുന്ന രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് സി വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ വാട്ട്ലെസ് ആൻഡ് പവർ കമ്പോണൻസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് 0.7 ഹെൻറി ഈസ് ജോയിൻഡ് ഇൻ സീരീസ് വിത്ത് എ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 50 ഓം. അപ്പം നമുക്കൊരു റെസിസ്റ്റൻസും ഉണ്ട്, ഒരു ഇൻഡക്ടറും ഉണ്ട്. 2 സാധനമുണ്ട് അവിടെ. ഒരു ഇൻഡക്ടറും ഒരു റെസിസ്റ്റൻസും. കപ്പാസിറ്റൻസ് തന്നിട്ടില്ല. അപ്പം ഒരു LR സർക്യൂട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ വാട്ട്ലെസ് ആൻഡ് പവർ കമ്പോണൻസ് ആസ് വെൽ ആസ് ദ ടോട്ടൽ കറണ്ട്. അപ്പോൾ നമുക്ക് വാട്ട്ലെസ് കറണ്ട് കണ്ടുപിടിക്കണം, വാട്ട്ലെസ് പവറും കണ്ടുപിടിക്കണം, വാട്ട്ലെസ് ആൻഡ് പവർ കമ്പോണൻസ് അല്ലേ. അപ്പം ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം, അതുപോലെ വാട്ട്ലെസ് കറണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. സപ്ലൈ കൊടുത്തിരിക്കുന്നത് 200 വോൾട്ടാണ്, ഹാവിങ് ഫ്രീക്വൻസി 50 ഹെർട്സ്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. അപ്പോൾ നമുക്ക് LR സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസ് ഇല്ല. അപ്പോൾ LR സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഏതാണ് ലാഗ് ചെയ്യുന്ന കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് EMF അല്ലേ. കറണ്ട് EMFനെ ലാഗ് ചെയ്യുവാണ്. അപ്പോൾ 5 പോസിറ്റീവാണ്. 5 വി ക്യാൻ റൈറ്റ് ആസ് ഇൻ ടേംസ് ഓഫ് tan phi. tan phi ടേംസിൽ നമുക്ക് എഴുതാം. tan phiയുടെ ഇക്വേഷൻ എന്നാണ്? L omega by R. ഇവിടെ 1/c ഒമേഗ വേണ്ട അല്ലേ, C ഇല്ല. അതുകൊണ്ട് L omega by R ആണ് tan phi. ഇനി നമുക്ക് tan phi നമുക്കൊന്ന് വരയ്ക്കാം. ഫൈയുടെ ആംഗിൾ ഒന്ന് വരയ്ക്കാം. അതായത് കറണ്ട് ലാഗ് ബിഹൈൻഡ് EMF ആയതുകൊണ്ട് EMF മുകളിൽ വരയ്ക്കുക, കറണ്ട് താഴെ വരയ്ക്കുക. ഇത് തമ്മിലുള്ള ആംഗിൾ ഫൈ വരയ്ക്കുക. സോ OE എന്ന് പറയുന്നത് EMF Eയും OI എന്ന് പറയുന്നത് Iയും കറണ്ടും. അത് തമ്മിലുള്ള ആംഗിൾ ഫൈ. ഓക്കെ, ഇനി നമ്മൾ പറയുവാണ് ദ കമ്പോണൻറ്റ് ഓഫ് I പാരലൽ ടു ദ EMF. അതെന്താണ്? I cos phi അല്ലേ, അതായത് സൈഡ് അല്ലേ, ആ ട്രയാങ്കിളിൻ്റെ സൈഡ് ബൈ സൈഡ്. അപ്പം I cos phi ആണ് EMFൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, കറണ്ടിൻ്റെ കമ്പോണൻറ്റ്. I പാരലൽ ടു E ഈസ് I cos phi അല്ലേ. ഇനി കമ്പോണൻറ്റ് ഓഫ് I പെർപെൻഡിക്കുലർ ടു E എന്താണ്? I sin phi അല്ലേ, I sin phi. ഇനി I cos phi, the component I cos phi which is in phase with the EMF is responsible for the power dissipated in the circuit. അപ്പോൾ നമുക്ക് പറയാം EMFൻ്റെ ഡയറക്ഷനിൽ തന്നെയുള്ള ഇൻ ഫേസ് ആയിട്ടുള്ള കറണ്ടാണ് അവിടെ പവർ ഉണ്ടാക്കാനായിട്ട് കാരണമുള്ള കറണ്ട്. സോ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട്, അത് ഉണ്ടാക്കാനുള്ള കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഇൻ ഫേസ് വിത്ത് ദ EMF. ആൻഡ് മറ്റേ കറണ്ടോ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റോ I sin phi, the component I sin phi which lags 90 degree in phase behind the EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ബിഹൈൻഡിലാണത് EMFൻ്റെ, which will not contribute to the power and is called wattless component. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വാല്യൂസൊക്കെ ഒന്ന് ഇടാം. എന്നിട്ട് നമുക്ക് ഫൈയുടെ വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ഒന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? ആദ്യം Lൻ്റെയും Rൻ്റെയും സ്ക്വയർ എടുക്കാം. സോ Lൻ്റെ കമ്പോണൻറ്റിൻ്റെ ഇമ്പിഡൻസ് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണ്? L omega അല്ലേ. സോ L omega ഹോൾ സ്ക്വയർ പ്ലസ് R സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടും. Z is equal to root of R square plus omega square L square.
So the value we can find out. We are given the value, all the value. ഒമേഗ ഒക്കെ തന്നിട്ടുണ്ട്. 50 ഹെർട്സ് ആകുമ്പോൾ 2π × 50 ആണ് ഒമേഗ. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 225.6 ഓം ആണ് നമ്മുടെ ഇംപീഡൻസ് കിട്ടിയത്, ടോട്ടൽ ഇംപീഡൻസ് കിട്ടിയത്. ഇനി നമുക്ക് വാല്യൂ ഓഫ് IRMSും നോക്കാം. ഈ RMS തന്നിട്ടുണ്ട്. ഈ RMS 200 ആണ്. 200 ഡിവൈഡ് ബൈ 225.6 is equal to 0.89. ഇവിടെ നമുക്ക് ഇവിടെയും ഈ RMS ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ RMS നമുക്ക് വേണം. അത് നമുക്ക് ഇസഡിന് വേണ്ട. ഇസഡിന് നമുക്ക് 50 ഓമും ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവും പിന്നെ ഒമേഗയും മാത്രം മതി. അപ്പം ഇംപീഡൻസും കണ്ടുപിടിക്കാം, IRMSും കണ്ടുപിടിക്കാം അല്ലേ. ഇനി നമുക്ക് വേണ്ടത് പവർ കമ്പോണൻറ്റ് ഓഫ് പവറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം പവർ EV × IV cos φ ആണ് നമുക്ക് ടോട്ടൽ പവർ എന്ന് പറയുന്നത്, ആവറേജ് പവർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ടോട്ടൽ പവർ അല്ല കണ്ടുപിടിക്കേണ്ടത്, കറണ്ടിൻ്റെ കമ്പോണൻ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പവർ കമ്പോണൻ്റ് ഓഫ് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ IRMS cos φയും IRMS sin φ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ IRMS cos φ ആണ് നമുക്ക് ഈ വോൾട്ടേജിന് ഇൻ ഫേസ് ആയിട്ടുള്ളത്. അപ്പോൾ അല്ലേ IRMS cos φ നമുക്കൊന്ന് നോക്കാം അത് എത്രയാണ്. അത് 0.20 ആംപിയർ ആണ് കിട്ടുക. ദ വാട്ട്ലെസ് കമ്പോണൻ്റ് ഓഫ് ദ കറണ്ടോ അത് നോക്കിയേ. cos φ എന്താ? cos φ എന്ന് പറഞ്ഞാൽ R/√R² + ω² L² അല്ലേ. cos φ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. cos φയുടെ ഇക്വേഷൻ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. cos φ ഈസ് എന്താണ് ഇക്വേഷൻ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച cos φ ഈസ് R/√R² + Lω - 1/ωc². ഇവിടെ കപ്പാസിറ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? R/√R² + ω² L² എന്ന് എഴുതാം. അതാണ് cos φയുടെ ഇക്വേഷൻ. അപ്പം cos φ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് R/√R² + ω² L². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ കമ്പോണൻ്റ് ഓഫ് കറണ്ട് എലോങ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇൻ ഫേസ് വിത്ത് ദ അപ്ലൈഡ് വോൾട്ടേജ് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഇൻ ഫേസ് ആയിട്ടുള്ളത്. 0.20 ആംപിയർ ആണ്. കറണ്ട് പവർ ഡിസിപ്പേറ്റ് ചെയ്യാൻ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. പവർ IRMS × ERMS × cos φ ആണ് പവർ, ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ്. അപ്പോൾ IRMS cos φ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. IRMS sin φ വാട്ട്ലെസ് ആണ്, നമുക്ക് വേണ്ട. അപ്പോൾ IRMS sin φ എത്ര വരുന്നുണ്ട് നോക്കി. അത് sin φ എങ്ങനെ കണ്ടുപിടിക്കും? sin φ we can find it from the diagram itself. ഇവിടെ ഈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. sin φ എന്താണ്? sin φ ഈസ് Lω അല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ Lωയേ ഉള്ളൂ. നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് Lω - 1/ωc അല്ലേ. അവിടെ ωc ഇല്ല, C ഇല്ല. സിയുടെ വാല്യൂ 0 ആണ്. സോ വി ഡോണ്ട് നീഡ് ടു റൈറ്റ് ദാറ്റ്. സോ Lω അല്ലേ. Lω / √R² + Lω - 1/ωc². അപ്പം നമുക്ക് ആ ഇക്വേഷൻ അവിടെ കിട്ടി. അപ്പോൾ ഈ ωc-യുടെ ടേം ഇല്ലാതെ എങ്ങനെ എഴുതാം? Lω / √R² + L² ω². അപ്പോൾ അതാണ് ഞാനിവിടെ നമ്മുടെ എഴുതിയേക്കുന്നത്. നോക്കിയേ, Lω / √R² + ω² L². അതാണ് sin φ. അപ്പോൾ അതിൻ്റെ ടേം എത്ര കിട്ടി? 0.87 ആംപിയർ. അപ്പോൾ 0.87 ആംപിയർ വാട്ട്ലെസ് കമ്പോണൻറ്റും 0.20 ആംപിയർ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അതായത് എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, പവർ ഡെസിപ്പേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ടുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടറും റെസിസ്റ്റൻസും ഉണ്ടെങ്കിലും അതിൽ മെയിൻ ഭാഗം, കൂടുതൽ ഭാഗവും വാട്ട്ലെസ് കറണ്ടായിട്ടാണ് പോകുന്നത് അല്ലേ. അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പവർ ഡെസിപ്പേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ. കണ്ടില്ലേ, 0.87 ആംപിയർ അത് വാട്ട്ലെസ് കറണ്ടായിട്ട് പോവുകയാണ്. പിന്നെ ബാക്കി 0.2 ആംപിയറാണ് പവർ ഡെസിപ്പേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, ഒരു ഇൻഡക്ടർ നമ്മൾ ഒരു സർക്യൂട്ടിൽ ചേർത്താൽ അതിൻ്റെ ഗുണം എന്താണ്? അത് പവർ ഡെസിപ്പേറ്റ് ചെയ്യാൻ, അല്ലെ എനർജി കൺസ്യൂം ചെയ്ത് ഹീറ്റായി പോകാതെ സർക്യൂട്ടിൽ
സർക്യൂട്ടിൽ അത് നമുക്ക് കറണ്ട് മാക്സിമം ഉപയോഗിക്കാം അല്ലേ. കറണ്ട് പവർ ഡെസിപ്പേറ്റഡ് ആയി പോകുന്നതിന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ചോക്കോ അല്ലെങ്കിൽ കോയിലോ ഉപയോഗിക്കാം ഒരു സർക്യൂട്ടിൽ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ചോക്ക് കോയിലിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പഠിക്കാം. ചോക്ക് കോയിൽ കുറച്ച് ഭാഗമേ ഉള്ളൂ, അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.